എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു അച്ചാറിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൽബറി അച്ചാർ ഇവിടെ ഒരുപാടുണ്ട് മൽബറി. അപ്പം ഓമ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഓമ മൽബറി പറിച്ചിട്ട് വന്നതാണ്. അപ്പോൾ പഴുത്തതും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പഴുത്തത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പഴുത്തതിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാൻ കൊള്ളില്ല, അത് ഞാൻ എടുത്ത് മാറ്റും. കാരണം അത് നല്ല സോഫ്റ്റ് ആയിരിക്കും, പിന്നെ അച്ചാറിൻ്റെ കളറും മാറിപ്പോകും. അതുകൊണ്ട് അത് മാറ്റിയിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. നല്ലപോലെ കഴുകണം. ഇതിൽ നിറച്ച് ഉറുമ്പുകൾ കാണും, നമുക്ക് കണ്ണിന് പോലും കാണാത്ത തരത്തിൽ. അപ്പോൾ ഇത് കുറച്ച് നേരം ഞാൻ വെയിലിൽ വെക്കും. വെയിലിൽ വെക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ആ മുത്തുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കാണും. അപ്പോൾ അതങ്ങനെ 1 മണിക്കൂറൊക്കെ വെക്കുള്ളൂ, കൂടുതൽ വെക്കില്ല. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ, പച്ചമുളക് സാധാരണ ഞാൻ അച്ചാറുണ്ടാക്കുമ്പോൾ ഇടാറില്ല, പക്ഷേ ഇതിൽ കുറച്ച് ഇടുന്നത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പച്ചമുളക് ചേർക്കുമ്പം പച്ചമുളകുണ്ട്, കുറച്ച് വെളുത്തുള്ളി. ഇത് വലിയ അല്ലി ആയതുകൊണ്ടാണ് 2-3 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ കുട്ടികൾ നന്നായിട്ട് കട്ട് ചെയ്യുമല്ലോ, നല്ല തിന്നായിട്ട്, അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് തോന്നുന്നത്. പിന്നെ സോഫ്റ്റായിട്ടുള്ള ഒരല്പം കറിവേപ്പില, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കായം, ഉപ്പ്, വിനാഗിരി വേണം. പിന്നെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതും കുറച്ച് വേണം. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അത് കാരണം അത് കുറച്ചൊന്ന് നേരത്തെക്കാളും കുറച്ചൊന്ന് ചുരുങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എന്നാലും അത് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ അച്ചാർ കേടായി പോകും. മുമ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു 4-5 ദിവസം വെളിയിലിരുന്നപ്പോൾ തന്നെ കേടായി തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുമല്ല അന്നൊക്കെ അധികം വേവിക്കാതെ എടുത്തത്. ഇതിന് കുറച്ച് വേകണമെങ്കിൽ ഇതിന് ടേസ്റ്റുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ആ പച്ച മുളക് അരിഞ്ഞ് വെച്ചിരുന്നത് ഇതിങ്ങനെ ചായച്ചരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാദ്യം തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു സൈഡായിട്ട് മുരിയാതെ മൊത്തം ഇടവും നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇത് ഞാൻ ഗുജറാത്തി ഫാമിലീസ് ഉണ്ട് ഇവിടെ, അവരുടെ അടുത്തുനിന്ന് പഠിച്ചെടുത്തതാണ്. ഒരു ഓയിലിനകത്തേക്ക് ആദ്യം തന്നെ പച്ചമുളക് ഇടും. കാരണം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ഇരിക്കാതെ പച്ചമുളക് ആദ്യം ഇട്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് മുരിഞ്ഞ് വരുള്ളൂ. അതുമല്ല ആ ഓയിലിനകത്ത് ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റും കൂടെ ഇറങ്ങും. അങ്ങനെയാണ് അവരെല്ലാ അച്ചാറുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അപ്പം ഇത് ഓയിലിൽ ഒരുപാട് സമയത്ത് വഴട്ടുമൊന്നും വേണ്ട. എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. ആദ്യം എണ്ണ ചൂടായി കിടന്നുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് ഒരു മിനിറ്റൊന്നും വെക്കത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ മാറ്റി. എന്നിട്ട് ഞാൻ വീണ്ടും ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ചേർക്കാനുള്ള മുളക് പൊടി അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക, കുറച്ച് ഉലുവാപ്പൊടി എടുക്കുക. എരിവ് കുറച്ച് കളറുള്ള മുളക് പൊടി ചേർക്കണം, അല്ലെങ്കിൽ ഇത് വെളുത്തിരിക്കും. അപ്പം ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ്. അത് നമ്മുടെ കാശ്മീരി ചില്ലി എരിവുള്ളതും കൂടെ ചേർത്ത് പൊടിച്ചതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് എടുക്കുന്നില്ല. ഒരുമാതിരി നല്ല കളറും ഉണ്ട്, എങ്കിൽ എരിവും ഉണ്ട്. അപ്പോൾ ഈ ചീനിച്ചട്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞങ്ങളിവിടെ എല്ലാവരും ഇത് തന്നെയാണ്. പിന്നെ ദോശ ഇടാനും അങ്ങനെയൊക്കെ 1-2 നോൺ സ്റ്റിക്കൊക്കെ കാണുകയുള്ളൂ. എല്ലായിടത്തും ഇതിവിടെ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. വർക്ക്ഷോപ്പുകളിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നമ്മളതിൻ്റെ വലിപ്പം പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ അകമൊക്കെ നന്നായിട്ട് കറുത്ത് നമ്മുടെ നാട്ടിലെ ചട്ടി പോലെ വരും. പുറത്തെന്തോ ഒരു കോട്ടിങ് പോലെയുണ്ട്. ഈ ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. കടുക് ഓയിലൊഴിച്ച് കടുക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ എല്ലാ അച്ചാറുകളിലും കുറച്ച് കടുകിടും. കാരണം കടുകിട്ടില്ലെങ്കിൽ ഇവിടെ നോർത്ത് ഇന്ത്യൻസിനൊന്നും ഇഷ്ടമല്ല. അവർ കടുകിൻ്റെ പരിപ്പാണ് ഇടുന്നത്. എനിക്ക് ആ പരിപ്പിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കടുകിടും. പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരണം. വളരെ തിന്നായിട്ടാണ് കണ്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് ഈ ഒരു പാകം ആകണം, അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് വന്നുകൊണ്ടിരിക്കും, റോ ടേസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അരപ്പ് സാധാ ഒന്ന് അരച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. പക്ഷേ അച്ചാറിനൊന്നും അത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വിനാഗിരി ഒഴിച്ച് വെച്ചത്. ഈ ചട്ടി നല്ലതായിട്ട് ചൂടായിരിക്കും. അപ്പം നമ്മൾ അതിനകത്തേക്ക് പൊടി കോരിയിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് വിനാഗിരി ഒഴിച്ചൊന്ന് കുഴച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ചുമയ്ക്കുകയോ ഇല്ല. അതുപോലെ തന്നെ
മുളക് പൊടി കരിഞ്ഞും പോവില്ല. അപ്പോൾ ഇത് ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്ത് കറികൾക്കാണെങ്കിലും നമ്മൾ തീ കൂട്ടിയിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ടേസ്റ്റ് നന്നായിട്ട് പോകും, കരിഞ്ഞും പോകും, ചുമയ്ക്കും, അങ്ങനെയൊക്കെ വരും. ഇതാകുമ്പോൾ അങ്ങനെ വരത്തില്ല. തീ വളരെ കുറച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളയ്ക്കണം. നല്ലതുപോലെ തിളച്ചിട്ട് നന്നായിട്ട് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് ഈ സ്റ്റൗവിൻ്റെ ഹോട്ട് പ്ലേറ്റ് ഇരിക്കുന്നത് നടുക്കാണ്. അതുകൊണ്ട് എനിക്കൊരു സൈഡിൽ നിന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനൊരു സൈഡ് വഴി എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പിട്ട്, ഉപ്പ് ഞാൻ ആദ്യമൊന്നും ഉപ്പിട്ടിട്ടില്ല. ഇപ്പോൾ ഇട്ട ഈ ഉപ്പേ ഉള്ളൂ. കൂടുതൽ ഉപ്പ്, ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല ഇതിന്. ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞ് ഇതങ്ങനെ ഒരുപാട് ഉപ്പും എരിവൊന്നും പിടിച്ച് അങ്ങനെ എടുക്കുകയൊന്നുമില്ല. അപ്പം ഇത് വെള്ളം പോരാ, കുറച്ച് വെള്ളം കൂടെ, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. കാരണം മൽബറി കുറച്ചുകൂടി ഉണ്ടാവും, ഒന്ന് മുങ്ങിക്കിടക്കണം. എങ്കിൽ മാത്രമേ നാളെ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് കുറുകുമല്ലോ അച്ചാറിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് നിറച്ചൊന്ന് നികരെ വെള്ളം ഉണ്ടാകണം. അത്രയും ഉണ്ടെങ്കിൽ ഇതിൽ ഒരംശം പോലും വെള്ളമില്ല. പിന്നെ വെയിലത്ത് വെച്ച് കുറച്ച് നേരം വെയിലത്ത് വെച്ചത് കൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല. പിന്നെ ഒന്ന് വഴട്ടിയെടുത്തു. അതുകൊണ്ട് കുറച്ച് വെള്ളം വേണം. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ, ഇന്നിപ്പം നമ്മൾ എടുക്കില്ലല്ലോ. അപ്പോൾ ഇതടച്ച് ഇതുപോലെ തന്നെ അങ്ങോട്ട് വെച്ചിരുന്നിട്ട് നാളെ എടുത്ത് മാറ്റുകയുള്ളൂ. അപ്പം ഇത് വലിയ ജോലിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് വലിയ ജോലിയൊന്നുമില്ല. ഇതൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ചിട്ട് നമ്മൾ വിചാരിക്കും ഇതിനധികം വേഗില്ല, കുറച്ചൊന്ന് വേകണം. ഒന്ന് വെന്തില്ലെങ്കിൽ ഇതിനകത്തേക്കൊന്ന് എരിവൊന്നും കടക്കില്ല. 1 മിനിറ്റൊക്കെ ആകാവുള്ളൂ. 1 മിനിറ്റൊക്കെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുന്നിടം വരെ വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കായപ്പൊടി നല്ലതായിട്ട് ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ പറയുന്നതല്ല. സാധാരണ ഏതൊരു അച്ചാറിനേക്കാളും കുറച്ച് മധുരവും എരിവും ഉപ്പും പുളിയും ഒക്കെ കൂടെ ഉള്ള ഒരു അച്ചാറാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ വിനിഗർ വേണമെങ്കിൽ ഒന്ന് വേറെ ചൂടാക്കിയിട്ട് ഇതിനകത്ത് പിന്നെ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ചത്. ഒരുപാട് വേണ്ട, ഇതിന് പുളിയുണ്ടല്ലോ. പിന്നെ കുറച്ച് ശർക്കര പാനിയാക്കിയത് ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. അത്രയും കൂടെ വേണം. അത്രയും ഉണ്ടെങ്കിലേ ആ മധുരം മുന്നോട്ട് നിൽക്കുകയുള്ളൂ. ഇപ്പം മൽബറിയുടെ മധുരം അധികം മുന്നോട്ട് വരത്തില്ല. കാരണം എരിവൊക്കെ ചെന്നിട്ടുണ്ടല്ലോ. എരിവും പുളിയും ഉപ്പും ഒക്കെ കൂടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ മധുരം അധികം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മധുരം ചേർക്കണം. ഇത്രയേ ഉള്ളൂ ഈ അച്ചാർ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ പിറ്റേ ദിവസം ആകുമ്പോൾ ഇതുപോലെ കുറുകിയിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.